നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത് നല്ല ഫ്രൂട്ട്സും നട്ട്സും ക്രീമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡെസേർട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ട്? ഇതിൻ്റെ മെയിൻ ഐറ്റം ആപ്പിളാണ്. നമ്മളിവിടെ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് ക്യൂബിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. അടുത്തായി ഒരു കിവിയും ആപ്പിൾ ചെയ്ത പോലെ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയൊരു ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ രണ്ടും കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു പാൻ എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആപ്പിളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 3 സ്ലൈസ് കട്ടാക്കിയ ജിഞ്ചർ ആഡ് ചെയ്യാം. ഒരു 3 ചെറിയ പീസ് സിനമൺ സ്റ്റിക്കും കൂടി അതിൽ ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു 3 ഏലക്കായ കുറച്ച് ഉടച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ആ ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ആപ്പിളിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോഴേക്കും ഏകദേശം ആപ്പിൾ കുക്കായിട്ടുണ്ടാവും. ഓക്കെ, ആപ്പിൾ കുക്കായിട്ടുണ്ട്. നമുക്കിതിൽ നിന്നും നമ്മൾ ആഡ് ചെയ്ത ഇഞ്ചിയും കറുവാപ്പട്ടയും ഏലക്കായും മാറ്റിയിട്ട് ആപ്പിൾ മാത്രം എടുത്ത് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല തിക്കായിട്ടുള്ള സോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നല്ല അടിപൊളി ഫ്ലേവറാണ്. അതിനുശേഷം കുറച്ച് ബദാമും കുറച്ച് കാഷ്യും എടുത്ത് ഇത് കാണുന്ന പോലെ തന്നെ വളരെ ചെറുതായിട്ട് കട്ടാക്കി എടുക്കണം. വീണ്ടും ഒരു പാൻ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കുക. അധികം ഇളക്കണ്ട. ഇത് ചൂടാകുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ മെൽട്ടായിട്ട് വരും. ഏകദേശം അത് ചൂടാകുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബദാമും കാഷ്യും കൂടി ആഡ് ചെയ്യണം. കൂടെ കുറച്ച് മിൻറ്റ് ലീഫും കൂടി ആഡ് ചെയ്യണം. നല്ല ഫ്ലേവർ കിട്ടും. നമുക്ക് ഇതുപോലത്തെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇതുപോലെ 4 ഭാഗത്തേക്കായിട്ടൊന്ന് പരത്തി കൊടുക്കണം. നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ക്രീം തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ചീസ് ക്രീമും 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ്. ഓക്കെ, നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു ഗ്ലാസ് കപ്പ് എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആപ്പിൾ കപ്പിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് ക്രീമും കൂടി ആഡ് ചെയ്യുക. ഇനി ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കിവിയും കുറച്ച് അനാറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സോസ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ക്രീമും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആപ്പിളും കൂടി ആഡ് ചെയ്യണം. നമുക്കിതൊന്ന് ചെറിയ പീസായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഗാർണിഷ് ചെയ്യാം. ഇത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ അകത്തും കൂടി വെക്കാം കേട്ടോ. ഞാനത് ചെയ്യാൻ വിട്ടുപോയി. ആ ക്രീമിൻ്റെ കൂടി ഫ്രൂട്ട്സിൻ്റെ കൂടെ അത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല ക്രഞ്ച് ബൈറ്റും കിട്ടും കഴിക്കുമ്പോൾ. ഇനി നമുക്ക് ആ ബാക്കിയുള്ള സോസും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം. തണുപ്പോട് കൂടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. ക്രീമും മറ്റേ ഫ്രൂട്ട്സും ഇതെല്ലാം
അതുപോലെ തന്നെ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.